നദിക്ക് വരുന്നത് തന്നെ അവരുടെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു തോട്ട് ഇതാണ്. എനിക്ക് അടുത്ത് നിൽക്കുമ്പോഴും ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്, ആ കാര്യം പറയണമെന്ന്. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. നമ്മുടെ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന മൂവിയിലെ പ്രേമം എന്നാൽ എന്താണ് പെണ്ണെ ഒരു 4 വരി പാടാമോ നാദിക പ്ലീസ്? നമ്മളെല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും, നിങ്ങളെല്ലാവരും അത് ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? അല്ല, അത് മര്യാദക്കുള്ള നല്ലത് പ്രസംഗം കേൾക്കാൻ വേണ്ടി. ഞാൻ ഒരു സാധാരണഗതിയിൽ എൻ്റെ ഭാഗത്തുനിന്ന് പാരഡിയാണ് സാധാരണ എഴുതിയ ശീലമുള്ളത്. പക്ഷെ ഞാൻ കവിതയ്ക്ക് എഴുതുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 വരി ഞാൻ എഴുതിയ കവിത എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ കവിത എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു കുറച്ച് വരികൾ ഞാൻ പാടാം. പ്രണയം പ്രാണം കൊടുത്താലും നാണയമില്ലെങ്കിൽ നാണം കെടുന്നൊരു നാട്ടിലാണിന്നെൻ്റെ പ്രണയം. പ്രണയം പ്രാണം കൊടുത്താലും നാണയമില്ലെങ്കിൽ നാണം കെടുന്നൊരു നാട്ടിലാണിന്നെൻ്റെ പ്രണയം. ഹൃദയം ഹൃദ്യമാണെന്നൊക്കെ തോന്നും, അതെന്നാലും ദയെന്ന ഭാവത്തെ അറിയാത്ത മരമിന്ന് ഹൃദയം. വിജയം വിദ്യയിൽ നാമഗ്രഗണ്യരായി മാറിയിട്ട് അമ്പരപ്പില്ലാതെ നേടേണ്ട പലതല്ലേ വിജയം. വിനയം വിജയങ്ങൾ ഓരോന്നായി അറിയുമ്പോൾ അകതാരി അറിയാതെ വിടരേണ്ട മണമുള്ള മലരാണ് വിനയം. സഹനം കരയുന്ന നിൻകണ്ണിൽ കരയാതെ ഞാൻ നോക്കി കഥ കേട്ടിരുന്നില്ലേ, അറിയൂ നീ അന്നെന്റെ സഹനം. ഭവനം ഭയഭക്തി ബഹുമാനം ഭാര്യയോടായൽപ്പം കാട്ടിയില്ലെങ്കിൽ ഭയക്കേണ്ട വനമാകും ഭവനം. നടനം ബന്ധങ്ങളകലാതിരിക്കുവാൻ അച്ഛനും അമ്മയും മക്കളും ചേർന്നു നിന്നാടുന്നു നടനം. പതനം പുതുതായി നിനക്കൊന്നും ലോകത്തിനായിട്ട് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ നീ അറിയൂ നിൻ പതനം. ജ്വലനം ഉള്ളിൽ ജ്വലിക്കുന്നതൊക്കെ വിരൽ തുമ്പിലെത്തിച്ച് ഉജ്ജ്വലമാക്കിയാൽ അത് തന്നെ ജ്വലനം. മരണം 2 നാൾ സങ്കട കണ്ണീരു കഴിയുമ്പോൾ ഉറ്റവർ പോലും മറക്കുമല്ലോ എൻ്റെ മരണം. 2 നാൾ സങ്കട കണ്ണീരു കഴിയുമ്പോൾ ഈ ഉറ്റവർ പോലും മറക്കുമല്ലോ എൻ്റെ മരണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് നാദിക. നാദിക നല്ലൊരു കൈയ്യടി കൊടുത്ത്. താങ്ക് യു.